നമസ്കാരം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ, അതായത് നിങ്ങളുടെ സഹോദരിയാവാം, ഭാര്യയാവാം, പെൺമക്കളാവാം, മുതിർന്ന പെൺമക്കളാവാം, അവർ മാസത്തിൽ ചില ദിവസങ്ങളിൽ ഒരു വല്ലാത്ത ഇറിറ്റേഷനും അതുപോലെ തന്നെ വല്ലാത്ത ദേഷ്യവും ടെൻഷനും ഒപ്പം തന്നെ വല്ലാതെ ഇങ്ങനെ ഈ നമ്മൾ ഭദ്രകാളി പോലൊക്കെ വിളിക്കുന്നത് പോലെ ദാരിക വീര പോരിന് വാട എന്നിങ്ങോട്ട് നിങ്ങളെ വഴക്കിന് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്താ അങ്ങനെ വരാൻ കാരണം? അവർക്കൊപ്പം തന്നെ അവർ ശരീരത്തിലെ പല സംഘടനകൾ നടക്കുന്നുണ്ട്. അവർക്ക് ബ്രസ്റ്റിൽ വേദന വരും, ഒപ്പം തന്നെ വയറ് ഗ്യാസ് കയറി വീർക്കാനും വയറുവേദനയും മറ്റുമൊക്കെ വരും. ഇതെല്ലാം ചേരുന്ന ഈ ലക്ഷണങ്ങളെല്ലാം കൂടെ ചേരുന്ന ഇതിന്, ഈ കണ്ടീഷന് നമ്മൾ മെഡിസിനിൽ പറയുന്ന പേര് PMS അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോം എന്നാണ്. അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മെൻസ്ട്രൽ സൈക്കിൾ നോർമലായിട്ട് 28 ദിവസമാണ്. അതിൽ 14ാമത്തെ ദിവസമാണ് അവരുടെ അണ്ഡാശയത്തിലെ ഒരു ഫോളിക്കിൾ പൊട്ടിയിട്ട് അതിൽ നിന്നും അണ്ഡം പുറത്തു വരുന്നത്. സാധാരണ ഇത് വരുന്നത് എന്തിനാണ്? പ്രഗ്നൻസിയുടെ ഒരു എക്സ്പെക്റ്റേഷനോട് കൂടിയാണ് അല്ലേ? ആ സമയത്ത് അത് കഴിയുമ്പോൾ ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഫീമെയിൽ ഹോർമോൺസ് കൂടുതലായിരിക്കും. പക്ഷേ പ്രഗ്നൻസി നടന്നില്ലെങ്കിലോ, അടുത്ത മെൻസസ് ആകുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്ത്, അതായത് ഏകദേശം ഒരു 5 ദിവസം അടുത്ത മെൻസസ് ആകുന്നതിന് മുൻപെയാണ് ഞാൻ ആദ്യം പറഞ്ഞ സിംപ്റ്റംസ് അല്ലെങ്കിൽ ലക്ഷണങ്ങളുണ്ടാകുന്നത്. അതിന് കാരണം അവരുടെ ശരീരത്തിലുള്ള ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും അളവ് കുറയുന്നതാണ് അതിന് കാരണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കതല്പം ക്ഷമിക്കാം അല്ലേ? അതായിരിക്കും കാരണം ഈ പെൺകുട്ടി ഇങ്ങനെ പെരുമാറുന്നത് അല്ലെങ്കിൽ ഈ സ്ത്രീ ഇങ്ങനെ പെരുമാറുന്നത്. ഒപ്പം തന്നെ നമുക്ക് അവർക്കും കുറേയൊക്കെ അത് കുറേ ഫുഡുകളിലൂടെയും മറ്റുമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അതായത് കാൽസ്യം അടങ്ങിയ ഫുഡുകൾ, അതുപോലെ വൈറ്റമിൻ D അടങ്ങിയ ഫുഡുകൾ, അതുപോലെ ഒമേഗ 3 അടങ്ങിയ ഫിഷസ്, അതുപോലെ വെജിറ്റബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ അവരുടെ ഫുഡിൽ നന്നായിട്ട് ഉൾപ്പെടുത്തുക. അത് ഈ PMSനെയും കുറേ തടയും. ഒപ്പം തന്നെ മെൻസസ് ആകുമ്പോൾ ഉണ്ടാകുന്ന വയറുവേദന, വല്ലാത്തൊരു തരം വയറുവേദനയാണത്. ക്രാംസ് എന്ന് പറയും, ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് നിർത്തുന്ന പോലെയുള്ള ഒരു തരം വേദന. ആ വേദനയും കുറയ്ക്കാൻ സഹായിക്കും. ഒപ്പം തന്നെ നിങ്ങൾ മെൻ്റൽ സപ്പോർട്ടും അവർക്ക് കൊടുക്കുക. ഇതിൻ്റെ ശാസ്ത്രീയ വശം കൂടെ നമുക്കറിയണ്ടേ? ഈ ലെവൽ കുറയുമ്പോൾ, അതായത് ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും അളവ് കുറയുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിനുള്ളിൽ ഒരു ബ്രെയിൻ സെല്ലിൽ നിന്നും വേറൊരു ബ്രെയിൻ സെല്ലിലേക്ക് ഇലക്ട്രിക് ഇമ്പൾസസ് പാസ് ചെയ്യാൻ വേണ്ടി കെമിക്കൽസ് ഉണ്ട്. അതിനെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ടുള്ള സിറോട്ടോണിനാണ് ഹാപ്പിനെസ് ഹോർമോൺ. ആ സിറോട്ടോണിൻ, അതുപോലെ തന്നെ അസറ്റൈൽ കോളിൻ, അതുപോലെ GABA, അങ്ങനെയുള്ള പലതരം ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ഈ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ലോവർ ലെവല് ഇതിനെ ബാധിക്കും. ഇപ്പോൾ സിറോട്ടോണിനൊക്കെ കുറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ തന്നെ വല്ലാത്തൊരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് പോകും. നമ്മുടെ മനസ്സിനകത്ത് ഇറിറ്റേഷനും ടെൻഷനും ഒക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർക്ക് വേണ്ട എക്സസൈസും അതുപോലെ തന്നെ വേണ്ടത്ര ഫുഡ് നറിഷ്മെൻറ്റും നൽകുക. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക, ഇതാണ് കാര്യം, ഈ സ്ത്രീ അല്ലെങ്കിൽ ഈ പെൺകുട്ടി ഇങ്ങനെ പെരുമാറുന്നതിന് കാരണം ഇതാണ്. അതിനനുസരിച്ചുള്ള നമ്മൾ സഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള അനുകൂലമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുക. ഓക്കെ.